ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, എൻ്റെ മാതാപിതാക്കളെ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈശോ പറഞ്ഞ ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം തിരുവചനം. ഈശോ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഉപ്പായി മാറണം. എന്താണ് ഈശോ ഉപ്പായി മാറണം എന്ന് അർത്ഥമാക്കുന്ന ജീവിതത്തിലെ 6 ഗുണങ്ങൾ? ഒന്നാമത്തെ ഗുണം, ഉപ്പ് ഉപ്പാകണമെങ്കിൽ ഉപ്പിൽ ഉറ വേണം. ഉറ കെട്ടുപോയാൽ ഉപ്പിനെ ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളില്ല. അതുപോലെ മനുഷ്യനെ മനുഷ്യനല്ലാതെയാക്കുന്നത് മനുഷ്യനിലെ 2 കാര്യങ്ങളാണ്. 1 ദൈവികത, 2 മാനുഷികത. ഉപ്പിൽ ഉറ പോയാൽ മനുഷ്യനിൽ എന്നും എപ്പോഴും ഈ ഗുണങ്ങൾ ഉണ്ടാവണം. രണ്ടാമത്തെ ഗുണം, ഉപ്പിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ഉപ്പ് അലിയണം. ഉപ്പ് അലിയുക എന്ന് പറയുന്നത് ഉപ്പിൻ്റെ സ്വഭാവത്തിലെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ അലിയണം. ആരിൽ അലിയണം? ഈശോയിൽ അലിയണം. ഈശോയുടെ സ്നേഹത്തിൽ അലിയണം. ഈശോയുടെ സ്വഭാവത്തിൽ അലിയണം. ഈശോയുടെ കാരുണ്യത്തിൽ അലിയണം. ഓരോ വ്യക്തിയും എത്രമാത്രം ഈശോയിൽ അലിയാൻ തയ്യാറാകുന്നു, അതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. മൂന്നാമത്തെ ഗുണം, ഉപ്പ് ഭക്ഷണപദാർത്ഥങ്ങളെ കൂടുതൽ രുചി നൽകുന്നു. അതുപോലെ നമ്മുടെ നല്ല പ്രവൃത്തികളും വാക്കും മറ്റുള്ളവർക്ക് കൂടുതൽ രുചി നൽകാനായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നാലാമത്തെ ഗുണം, ഉപ്പ് ഭക്ഷണപദാർത്ഥങ്ങളെ കേടുകൂടാതെ സൂക്ഷിക്കുന്നു. ഇതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് മുറിവുകൾ ഉണ്ടാക്കാതെയും നമ്മുടെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതും അവരെ വളർത്തുന്നതുമായിരിക്കണം. അഞ്ചാമത്തെ ഗുണം, ഉപ്പിൻ്റെ ഗുണം, ഉപ്പ് ശരീരത്തിൽ എവിടെയെങ്കിലും നീരുണ്ടെങ്കിൽ ഉപ്പ് അതിനെ വലിച്ചെടുക്കും. ഓരോ മനുഷ്യ വ്യക്തിയുടെയും ഉള്ളിൽ നമ്മുടെ പെരുമാറ്റം കൊണ്ട് വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അതില്ലാതെയാക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ നമ്മൾ മൂലം മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്നത്. ആറാമത്തെ ഗുണം, ഉപ്പ് വളമാണ്. നമ്മളോരോരുത്തരും ജീവിതത്തിൽ വളമായി മാറണം. കൃഷി വളർത്താനാണ് വളം ഉപയോഗിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മളായി കഴിയുന്ന വിധം വളർത്തണം. അപ്പോൾ ഈശോ പറഞ്ഞു ഉപ്പാകണം നമ്മൾ ഓരോരുത്തരും. മറ്റുള്ളവർക്ക് എപ്പോഴും ഉപ്പായി തീരണം. മറ്റുള്ളവരെ കൂടുതൽ വളർത്തുന്നവരായി മാറണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നമുക്ക് മറ്റുള്ളവർക്ക് ഉപ്പായി മാറാൻ എപ്പോഴും പരിശ്രമിക്കാം. ആമീൻ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.